വണക്കം. നമ്മുടെ രാജ്യം ഇപ്പോൾ പഴയതുപോലെയല്ല, ശക്തമാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രണ്ട് വാർത്തകൾ കഴിഞ്ഞ ദിവസം വന്നു. കേട്ടാൽ ചിലപ്പോൾ നമുക്ക് കോരിത്തരിക്കും. അങ്ങനെയുള്ള രണ്ട് വാർത്തകളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. നമുക്കറിയാം, പണ്ട് നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് പാകിസ്ഥാൻ എന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യം വലിയ രീതിയിൽ സങ്കടപ്പെടുകയും നമ്മുടെ ഭരണാധികാരികൾ വിറയ്ക്കുന്നൊരു കാഴ്ചയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇന്ന് പാകിസ്ഥാൻ എന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ചിരിക്കുകയും അവമാനപ്പെടുകയും ചെയ്യുന്നൊരു കാഴ്ചയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ ജീവിച്ചു പോകുമ്പോൾ ഇവിടെയുള്ള ജനങ്ങൾക്ക് അതൊക്കെ കാണുമ്പോൾ ഒരു സുഖമൊക്കെ തോന്നുന്നുണ്ട്. 2014 മുമ്പ് നമുക്ക് നേരിട്ട ആക്രമണങ്ങളും നമ്മുടെ ഒരു ജവാൻ്റെ തല അവന്മാർ ഇപ്പുറത്ത് വന്ന് വെട്ടിയെടുത്ത് അപ്പുറത്ത് കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെ ഒരു വിഷയമൊക്കെ നമ്മുടെ ഇടയിൽ നടന്നിട്ടുണ്ട്. പോരാത്തതിന് നമ്മുടെ താജ് ആക്രമണം, ഈ ആക്രമണമൊക്കെ നടന്നു കഴിഞ്ഞ ശേഷം ഇന്ത്യ പാകിസ്ഥാൻ അങ്ങോട്ടേക്ക് പൈസ കൊടുത്തൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ അതേ പേപ്പറും നമ്മുടെ അതേ ഇങ്കും വെച്ചിട്ട് പാകിസ്ഥാൻ എന്ത് ചെയ്യുന്നു, ഈ കള്ളനോട്ടടിച്ച് ഇങ്ങോട്ടേക്ക് കടത്തുന്നു. അപ്പോൾ ആർ ജെ ഡിയുടെ മന്ത്രി എഴുന്നേറ്റ് അന്നത്തെ സാമ്പത്തിക വാഴയായിട്ടുള്ള ചിദംബരത്തോട് ചോദിക്കുന്നുണ്ട്, ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ ചിദംബരം രാഹുൽ ഈശ്വറിനെ പോലെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അവരെ വിഷമിപ്പിക്കാൻ പറ്റുമോ, എന്നാൽ നമുക്ക് നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ കളയാൻ പറ്റുമോ, രണ്ടുപേരെയും കൂടെ സംയോജിപ്പിച്ച് കൊണ്ടുപോകാനുള്ള ഒരു നീക്കം എന്നൊക്കെ പറയുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിച്ചു. കഴിഞ്ഞ ദിവസം വന്നൊരു വാർത്തയുണ്ട്, ഞാനിത് ബിറ്റ് ബൈ ബിറ്റായിട്ട് പറയാം. നമുക്കറിയാലോ, നമ്മൾ ആൻഡമാൻ നിക്കോബാർ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തു. ഈ ആൻഡമാൻ നിക്കോബാർ പ്രോജക്റ്റ് എന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തോ അന്നാണ് ഇവിടെ CJP എന്ന് പറയുന്നൊരു പാർട്ടി രൂപപ്പെട്ടത്. CJP എന്ന് പറയുന്ന പാർട്ടി കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറഞ്ഞൊരു പാർട്ടി ഇവിടെ രൂപപ്പെട്ടു. ജൻസികളെ നിരന്തരം തെരുവിലിറക്കാനുള്ളൊരു സമീപനം അല്ലെങ്കിൽ ഒരു ശ്രമം ഇവിടെ നടക്കുന്നുണ്ട്. എല്ലാം കൂടെ പൊട്ടിത്തള്ളി പട്ടി വെറ്റി കിടക്കുന്നത് പോലെ ജന്തർ മന്ദർ ലവ്മാരൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. പക്ഷേ ഒന്നും നടക്കുന്നില്ല. CJP എന്ന് പറയുന്ന ഒരു പാർട്ടി രൂപീകരിച്ച് ഒരു പ്രൊട്ടസ്റ്റിനായിട്ടുള്ളൊരു അവസാനം സോനം വാങ്ചുക്കിനെയൊക്കെ അവിടെ കൊണ്ടിറക്കിയിരിക്കുകയാണ്. ഇതൊന്നും നടക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ രാഹുൽ ഗാന്ധി നേരിട്ട് ആൻഡമാൻ നിക്കോബാറിൽ പോയി. ആൻഡമാൻ നിക്കോബാറിൽ പോയിട്ട് രാഹുൽ ഗാന്ധി അവിടെ ഡൈവ് ചെയ്യുന്നു. ഇവിടുത്തെ ഫ്ലോറയും ഫോണയൊക്കെ കുറിച്ച് രാഹുൽ ഗാന്ധി വാചാലനാകുന്നു. മരങ്ങൾ വെട്ടി നശിപ്പിക്കാൻ പോവുകയാണെന്ന് പറയുന്നു. അങ്ങനെ വലിയ രീതിയിൽ രാഹുൽ ഗാന്ധി എന്ത് ചെയ്തു, ഈ സംഭവം ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ട് ശ്രമിച്ചു. നാട്ടുകാർ പുല്ല് വില കൊടുത്തില്ല. കാരണം ഇപ്പോൾ ഒരു ഡിജിറ്റൽ യുഗമായതുകൊണ്ട് നരേന്ദ്രമോദിയുടെ ശക്തി എന്ന് പറയുന്നത് അന്ധഭക്തരൊന്നുമല്ല. ഈ ഭക്തന്മാരായിട്ടുള്ള ആൾക്കാർക്ക് കൃത്യമായിട്ട് ചെകഞ്ഞെടുക്കാനറിയാം ഇതെന്താണ് മോദി ചെയ്യാൻ പോകുന്നതെന്ന്. ആൻഡമാൻ ആൻഡ് നിക്കോബാർ പ്രോജക്റ്റിനെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ ഇത് നമ്മുടെ തന്ത്രപ്രധാനമായിട്ടുള്ള ഇന്ത്യൻ ഓഷൻ്റെ പാർട്ടിലാണ് വരാൻ പോകുന്നത്. ഹോർമൂസ് കടലെടുക്ക് എന്ന് പറഞ്ഞൊരു കടലെടുക്ക് ഇറാൻ അതിൻ്റെ കുത്തിന് കയറി പിടിച്ചപ്പോൾ ലോകരാജ്യങ്ങൾ ഷെയ്ക്കായി പോയതും ലോകരാജ്യങ്ങൾ എങ്ങനെയാണ് നിന്ന് വിറച്ചതെന്നും നമ്മൾ കണ്ടതാണ്. നമുക്കും അതുപോലൊരു കടലെടുക്കുണ്ട്. ആൻഡമാൻ നിക്കോബാറിൻ്റെ അടുത്ത് കിടക്കുന്ന മലാക്ക കടലെടുക്ക്, ഇതാണ് നമ്മൾ കുത്തിന് പിടിക്കാൻ പോകുന്ന കടലെടുക്ക് എന്ന് പറയുന്നത്. ഈ മലാക്ക കടലെടുക്കിൻ്റെ അടുത്താണ് ഈ ആൻഡമാൻ നിക്കോബാർ ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ട് വരാൻ പോകുന്നത്. അതിൻ്റെ അടുത്ത് നമ്മൾ എണ്ണ ഖനനം ചെയ്യാൻ പോവുകയാണ്. എണ്ണ ഖനനം ചെയ്യാനുള്ള എല്ലാ പരിപാടിയും അവിടെ തുടങ്ങാനായിട്ടുള്ള സെറ്റപ്പ് നമ്മൾ പോവുകയാണ്. നമ്മളവിടെ ചെയ്യാൻ പോകുന്നത് ഈ മലാക്ക കടലിടുക്കിന് മുമ്പിൽ നമ്മൾ ആണവ മതിൽ പണിയും. എന്നിട്ട് നമ്മുടെ അരിഹന്ത് എന്ന് പറയുന്ന നമ്മുടെ സബ്മറൈനെ അഴിച്ചങ്ങോട്ട് വിടുമ്പോൾ നമുക്കുള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ഓഷൻ എന്ന് പറഞ്ഞാൽ ഒരു വാസ്റ്റ് ഓഷനാണ്. ഇവിടെ അമേരിക്ക വന്നാലും ചൈനയുടെ ഷിപ്പുകൾ മലാക്ക കടലിടുക്ക് വഴി ഇറങ്ങി വന്നാലും ഇന്ത്യക്ക് അറിയാനുള്ള പ്രൊവിഷൻ ഇല്ല. പക്ഷേ ഇവിടെ ഒരു പോർട്ട് വന്നു കഴിഞ്ഞാൽ, ഒരു ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ടും ഒരു നാവിക ബേസും വന്നു കഴിഞ്ഞാൽ സാമ്പത്തിക കടലിടുക്കിലൂടെ ഇറങ്ങി വരുന്നവന്മാർ നമ്മുടെ കൺമുമ്പിൽ കൂടെയാണ് ഇറങ്ങി വരുന്നതും നമ്മുടെ കൺമുമ്പിൽ കൂടെയാണ് അകത്തേക്ക് പോകുന്നതും. ചൈനയുടെ 80% സാമ്പത്തിക ഇടനാഴി, അതായത് 80% ട്രേഡും ഇതുവഴിയാണ് നടക്കുന്നത്. ഏതെങ്കിലും ഒരു ദുർബലമായിട്ടുള്ള നിമിഷത്തിൽ ചൈനയ്ക്ക് നമ്മളെ കയറി ചൊറിയണമെന്ന് തോന്നിയാൽ നമ്മൾ ഈ മലാക്ക കടലിടുക്കിൻ്റെ കൊങ്ങിക്ക് കുത്തിപ്പിടിക്കും. ചൈനയുടെ അക്കില്ലസ് ഹീൽ എന്നാണ് പറയുന്നത്. അതോടുകൂടി ലോകം സ്തംഭിക്കും, ചൈന തകരും, സാമ്പത്തികമായി നട്ടം തിരിയുവന്മാർ. എണ്ണ കിട്ടാതെ ചൈനയിലെ ജനങ്ങൾ നടന്നു പോകേണ്ട സാഹചര്യം വരും. അതുകൊണ്ടാണ് ഇവന്മാർ അതിന് ബദലായിട്ട് എന്ത് ചെയ്യുന്നത്, ബെൽറ്റ് ആൻഡ് റോഡ് രൂപീകരിക്കാൻ ശ്രമിക്കുന്നത്. ഈ ബെൽറ്റ് ആൻഡ് റോഡ് രൂപീകരിക്കാൻ ശ്രമിക്കുമ്പോഴും നമ്മുടെ രാജ്യം കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ നടത്തുന്നുണ്ട്. യവന്മാർക്ക് പല സ്ഥലങ്ങളിലും അതിന് തടസ്സം നേരിടുന്നുണ്ട്. അതൊന്നും പറഞ്ഞാൽ ഇപ്പോൾ തീരില്ല. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്തായിരുന്നാലും നമ്മളിങ്ങനെ ആൻഡമാൻ നിക്കോബാർ വികസിപ്പിക്കാനുള്ള ഇതുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ കേന്ദ്ര സർക്കാർ ഇവിടെ കലാപമൊന്നും നടക്കാതിരിക്കാൻ FCRA 2.0 കൊണ്ടുവന്നു. നിൻ്റെയൊക്കെ ഫണ്ട് ഇവിടെ നീയൊക്കെ ഇറക്കി നീയൊക്കെ ഇവിടെ ഉണ്ടാക്കണം, എനിക്കൊന്ന് കാണണം എന്നാണ് നരേന്ദ്രമോദി പറഞ്ഞത്. നീയൊക്കെ
നിന്നെയൊക്കെ ഇവിടെ എന്തൊരു നിൻ്റെയൊക്കെ ആസനത്തിൽ കൂടെ കുന്തം കയറ്റും എന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി പറയാതെ പറഞ്ഞു വെച്ചതാണ് FCRA 2.0 എന്ന് പറയുന്നത്. ഫണ്ട് വന്നാലല്ലേ വയറ്റിലോട്ട് വല്ലതും പോകും, എങ്കിലല്ലേ കലാപം നടത്താനായിട്ട് റോഡിലിറങ്ങാനായിട്ട് ഇവന്മാർക്ക് ഗട്സ് ഉണ്ടാവും. അതുകൊണ്ട് നീയൊക്കെ നടത്തണേ, എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞ് അതിനാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ളത് മറ്റൊരു കാര്യം. എന്തായാലും നമ്മുടെ ബില്യൺ ഡോളർ പ്രോജക്റ്റാണ് ഗ്രേറ്റ് നിക്കോബാർ എന്ന് പറയുന്നത്. ഇത് വരുന്നതോടുകൂടി നമ്മുടെ സൈനിക ശക്തിയും നമ്മുടെ സാമ്പത്തിക ശക്തിയും ബെറ്റർ ആവാൻ പോവുകയാണ് എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം. അങ്ങ് കുതിച്ചു പൊങ്ങാനായിട്ട് പോവുകയാണ്. ഇത് വേറൊരു കാര്യം. ഇനി ഇതിലെന്തെങ്കിലുമൊക്കെ ഒരു സംഭവം കൊണ്ടില്ല. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം ചൈന ഒരു അതിബുദ്ധി കാണിച്ചു. ചൈന കാണിച്ച അതിബുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ബംഗ്ലാദേശ് ഉണ്ടല്ലോ, ഈ ബംഗ്ലാദേശും ചൈനയെ ഇപ്പം അറിയാമല്ലോ, മറ്റതുമാണ്. അങ്ങനെ ഇരിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ ചൈന എന്ത് ചെയ്തു? ചൈനയുടെ യുനാൻ പ്രവിശ്യ എന്ന് പറഞ്ഞൊരു പ്രവിശ്യയുണ്ട്. ഈ യുനാൻ പ്രവിശ്യയെ മ്യാൻമറിലെ മണ്ടാലയിൽ നിന്ന് ചിറ്റഗോങ്ങിലേക്ക് വ്യാപിപ്പിച്ചു. അങ്ങനെ ചിറ്റഗോങ്ങിലേക്ക് വ്യാപിപ്പിച്ച് അവിടെ നിന്നും ബംഗ്ലാദേശിലെ കോക്സ് ബസാറിലേക്ക് കൊണ്ടിറക്കിയിട്ട് അവന്മാർ എന്ത് ചെയ്തു? ഒരു മാപ്പ് വരച്ചു. അവിടെ നിന്നും ചൈനയ്ക്ക് കൃത്യമായിട്ട് ബേ ഓഫ് ബംഗാളിൽ വന്ന് ഇറങ്ങാൻ പറ്റും. അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ തൊട്ടപ്പുറത്ത് നമ്മുടെ പ്രോജക്റ്റാണ് ഗ്രേറ്റ് നിക്കോബാർ പ്രോജക്റ്റ്. ഇതിനെ ഒന്ന് പേടിപ്പിക്കാനായിട്ട് പാകിസ്ഥാൻ ഒരു അന്തർവാഹിനി കൊടുത്തിട്ട് ബംഗ്ലാദേശിലേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു. ഇന്ത്യയുടെ ശക്തി കണ്ടപ്പോൾ അവന്മാർ മുണ്ടും തുണിയില്ലാതെ ഓടിക്കളഞ്ഞു എന്നുള്ളത് വേറൊരു കാര്യം. അങ്ങനെ ഈ കോക്സ് ബസാറിൽ ഇത് വന്നിറങ്ങുമ്പോൾ ചൈനയുടെ ഒരു സാമ്പത്തിക ഇടനാഴിയാണിത്. അത് ഇവിടെ വന്നിറങ്ങിക്കഴിഞ്ഞാൽ ചൈനയ്ക്ക് ഈസിലി ബേ ഓഫ് ബംഗാളിലോട്ട് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ആക്സസ് ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ എന്താണ്? അത് വലിയ വിഷയമാണ് ഇന്ത്യക്ക് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഈ ഒരു സംഭവം വന്നപ്പോൾ ഇന്ത്യക്ക് അത് വലിയ വിഷയമാണ്. അറിയാമല്ലോ, നമ്മുടെ പ്രതിപക്ഷം അറിയാമല്ലോ, അവന്മാർ കയറിയിട്ട് ചൈന അത് ചെയ്യുന്ന കണ്ടില്ല. എന്നാൽ അവന്മാർ ചൈനയുടെ കൂടെയാണ്, അത് വേറൊരു കാര്യമാണ്. പക്ഷേ അവന്മാർ തുറന്നു പറയില്ല, ചൈന അത് ചെയ്യുന്ന കണ്ടില്ല, ഇത് ചെയ്യുന്ന കണ്ടില്ല എന്നൊക്കെയാണ് അവന്മാരുടെ വേറൊരു സംഭവം എന്ന് പറയുന്നത്. എന്തായാലും ഈ നിർദ്ദേശം ബെയ്ജിങ്, അതായത് അവിടെ അവന്മാരുടെ ആർമി ഉണ്ടല്ലോ, പീപ്പിൾ ലിബറേഷൻ ആർമി, ആ ആർമിക്ക് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് ഇത് കൊടുത്തു കഴിഞ്ഞു. നിങ്ങളത് പ്രൊസീഡ് ചെയ്തു, നിങ്ങൾ അതുമായിട്ട് മുന്നോട്ട് പൊക്കോ എന്ന് ഷീ ജിൻപിങ് പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ പറഞ്ഞു. മറുവശത്ത് ഇന്ത്യയെ വളയാൻ ചൈന, മ്യാൻമർ, ബംഗ്ലാദേശ് സാമ്പത്തിക ഇടനാഴി സൃഷ്ടിച്ച് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പ്രവേശിക്കാനായിട്ട് ചൈന ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. 1959 ചൈന അരുണാചൽ പ്രദേശിൽ നിന്ന് കുറച്ച് സ്ഥലങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ചാച്ചാജി ഭജിച്ചുകൊണ്ടിരുന്ന സമയത്ത് പിടിച്ചെടുത്തതാണ്, ഇനി അങ്ങനെ എടുത്ത് കൊടുത്തതാണെന്ന് അറിഞ്ഞൂടാ. പിടിച്ചെടുത്തതെന്നാണ് നമ്മുടെ മാധ്യമങ്ങളൊക്കെ പറയുന്നത്. മിക്കവാറും കോക്കോ ഐലൻഡൊക്കെ എടുത്ത് കൊടുത്തതുപോലെ കൊടുക്കാനാണ് സാധ്യത. പാക്കധീന കശ്മീർ എടുത്ത് അവന്മാർക്ക് കൊടുത്തു. അക്സായ് ചിന്നിൽ പുല്ല് പോലും മുളക്കില്ല എന്ന് പറഞ്ഞ് ചൈനയ്ക്ക് എടുത്ത് കൊടുത്തു. വീറ്റോ പവർ എടുത്ത് ചൈനയ്ക്ക് കൊടുത്തു. അതൊക്കെയാണ് നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ 59 പിടിച്ചെടുത്ത ഈ അരുണാചൽ പ്രദേശിലെ ഈ സ്ഥലങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്? വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇവന്മാർ അതിൻ്റെ ഭാഗമായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇന്ത്യയെ വളയാനായിട്ട് ബന്ധപ്പെട്ടാണ് ഇത് തുടങ്ങിയിരിക്കുന്നത്. ബംഗാൾ ഉൾക്കടൽ വഴി ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കാണ് ഇവന്മാരുടെ കണ്ണുകളെന്ന് പറയുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ താരിഖ് റഹ്മാൻ, ബംഗ്ലാദേശിൽ ഇപ്പോൾ വന്നിരിക്കുന്ന താരിഖ് റഹ്മാൻ ആദ്യം ചൈനീസ് പ്രസിഡൻറ്റിനെ കാണാനാണ് പോയത്. അല്ലെങ്കിൽ അവന്മാർ നമ്മുടെ കാല് പിടിക്കാനായിട്ട് വല്ല, നമ്മുടെ കഷത്തിൻ്റെ ഇടയിലാണ് അവന്മാർ കിടക്കുന്നത്. അത് വേറൊരു കാര്യം. അപ്പോൾ അങ്ങനെ പോയി. ഇപ്പോൾ ഇതൊക്കെ വലിയ വിഷയമാണ്. നമുക്കറിയാം, ഒരു രാജ്യത്തിലൂടെ ഒരു പ്രോജക്റ്റ് വരണമെങ്കിൽ ആ രാജ്യം സ്റ്റേബിൾ ആയിരിക്കണം. അല്ലെങ്കിൽ ഞാൻ പറയാം, ഒരു രാജ്യത്ത് ഒരു നിക്ഷേപം, ഇപ്പോൾ ഇന്ത്യയിലേക്ക് ഒരാളൊരു നിക്ഷേപം കൊണ്ടുവരാൻ പോവുകയാണ്, ഗൂഗിൾ കൊണ്ടുവന്ന് നിക്ഷേപിക്കുകയാണ്. ഇവിടെ എന്നും ആടിയും പിടിയും ഭരണമാറ്റവും, ഒരു ഭരണം മാറി വേറൊരുത്തം വരുമ്പോൾ അവൻ വേറെ എന്തെങ്കിലുമൊക്കെ നിയമങ്ങൾ അങ്ങ് മാറ്റും. അങ്ങനെയാണെങ്കിൽ വരില്ല. ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ ഗൂഗിൾ പോവില്ല. കാരണം അവിടെ കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങയാണ്. എന്നും അടിയും പിടിയും വ്യോമാക്രമണമാണ് അവിടെ. ഈ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ആരെങ്കിലും പോകില്ല. സുസ്ഥിരമായിട്ടുള്ള ഭരണം വേണം. നമ്മുടെ രാജ്യത്ത് അതുണ്ട്. ആ രാജ്യത്ത് അത് ഉള്ളത് കൊണ്ടാണ് പല പല നിക്ഷേപങ്ങളും ഇവിടെ വരുന്നത്, പല പല പ്രോജക്റ്റുകളും ഇവിടെ വരുന്നത്, പല പല ഇടനാഴികളും ഇവിടെ തുറക്കുന്നത്. നമ്മുടെ ഒരു കലാഡൻ പ്രോജക്റ്റ് എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് നമ്മുടെ മ്യാൻമറിലൂടെ കൊണ്ടുപോകുന്നുണ്ട്. അത് മ്യാൻമർ എന്ന് പറഞ്ഞാൽ ഈ ഒരു രാജ്യമാണെങ്കിലും 10 ഇവന്മാർ പിരിഞ്ഞ് കിടക്കണം. ഇവന്മാർക്ക് ഓരോ പ്രവിശ്യയുണ്ട്. ഈ പ്രവിശ്യയ്ക്ക് ജുണ്ട സർക്കാരാണ് അവിടെ ഭരിക്കുന്നത്. പക്ഷേ അവിടെ അരക്കൻ ആർമി എന്ന് പറഞ്ഞൊരു ആർമിയുണ്ട്. അവന്മാരും ജുണ്ടയും തമ്മിൽ അടിയാണ്. ഇനി റോഹിംഗ്യൻസ് തങ്ങിപ്പാർക്കുന്ന സ്ഥലത്ത് റോഹിംഗ്യൻസിന് അവിടെ വേറൊരു ആർമിയുണ്ട്. അവന്മാരും അരക്കനും തമ്മിൽ അടിയാണ്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് കഴിയണം അവന്മാർ. അപ്പോൾ അത് മുതലെടുത്ത് ചൈന എന്ത് ചെയ്തു? ഈ കലാഡൻ പ്രോജക്റ്റ് മുടക്കാനായിട്ട് അന്നൊരു കളി കളിച്ചു. അന്ന് അസ്ഥിരതയുണ്ടായി. മ്യാൻമർ വലിയ രീതിയിൽ കത്തി അമർന്നു. നമ്മുടെ കലാഡൻ പ്രോജക്റ്റ് നമുക്ക് നിർത്തിവെക്കേണ്ടി വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പം ഇന്ന് ചൈന ഒരു സാമ്പത്തിക ഇടനാഴി കൊണ്ടുവരാനായിട്ട് പോവുകയാണ്. അങ്ങനെ ചൈന എല്ലാം സെറ്റ് ചെയ്ത് നീങ്ങിക്കോ എന്ന് പറഞ്ഞ് PLA, പീപ്പിൾ ലിബറേഷൻ ആർമിയോട് ഷീ ജിൻപിങ് ഒരു ഉത്തരവ് കൊടുത്തു കഴിഞ്ഞപ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചയെന്ന് പറയുന്നത്, ആരാണെന്ന് അറിഞ്ഞുകൂടാ, മ്യാൻമറിൽ പെട്ടെന്നൊരു വ്യോമാക്രമണം.
ഏത് രാജ്യമാണ് ഇതിൻ്റെ പിന്നിലൊന്നും അറിഞ്ഞുകൂടാ. പക്ഷേ അത് നമുക്കാണ് ഈ സാമ്പത്തിക ഇടനാഴി വന്നു കഴിഞ്ഞാൽ അത് ബാധിക്കുന്നത്. ഒരു വ്യോമാക്രമണം, മ്യാൻമറിലെ അരക്കൻ ആർമിയും ജുണ്ടകളും തമ്മിൽ അടി തുടങ്ങി. അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊന്നില്ലാത്ത അതിഭീകരമായിട്ടുള്ള അടിയും ബോംബിങ്ങുമാണ് കഴിഞ്ഞ ദിവസം നടന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. മ്യാൻമറിലെ റഖൈൻ സംസ്ഥാനത്ത് സൈനിക ഭരണകൂടവും വിമതരായിട്ടുള്ള അരക്കൻ സൈന്യവും തമ്മിലുള്ള രക്തരൂഷിതമായിട്ടുള്ള സംഘർഷം അതിൻ്റെ ഉച്ചസ്ഥായിയിൽ കഴിഞ്ഞ ദിവസം എത്തി. ഈ ഉച്ചസ്ഥായിൽ എത്തി എന്നുള്ളത് മാത്രമല്ല, റോഹിംഗ്യൻ കൂടുതലുള്ള പ്രദേശങ്ങളിൽ സൈന്യവും ഭരണകൂടവും 18 മുതൽ 27 ബോംബ് വരെ ഇട്ടു. ഇതെവിടെയാണ് റോഹിംഗ്യൻസ് കൂടുതലുള്ളത്? ബംഗ്ലാദേശിൻ്റെ അതിർത്തിയിലാണ്. ബംഗ്ലാദേശിൽ ബോംബ് വന്ന് വീണു. ബംഗ്ലാദേശിൻ്റെ അതിർത്തി കടന്ന് പ്രകമ്പനം പോയി. ബംഗ്ലാദേശിലെ പല കെട്ടിടങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു. അതിർത്തിയിൽ ബോംബ് വീണതിൻ്റെ പ്രകമ്പനം അടിച്ചിട്ടാണ് ഈ കേടുപാടുകൾ സംഭവിച്ചത്. അപ്പോൾ വലിയ രീതിയിൽ ബംഗ്ലാദേശ് കിടുങ്ങി, അതിർത്തി അടയ്ക്കാൻ പറഞ്ഞു. ഈ റോഹിംഗ്യൻസ് അവിടെ നിന്നും ഇങ്ങോട്ടേക്ക് പലായനം ചെയ്യുമോ എന്നുള്ള പേടി ബംഗ്ലാദേശിന് ഭയങ്കരമായിട്ട് എന്ത് ചെയ്തു ഉണ്ടായി. വലിയ രീതിയിലുള്ള അസ്ഥിരത, വലിയ രീതിയിൽ അടി തുടങ്ങിക്കഴിഞ്ഞു, വലിയ രീതിയിലുള്ള അസ്ഥിരത വന്നിരിക്കുകയാണ്. അപ്പോഴാണ് അതിൻ്റെ ഇടയിൽ കൂടെ ചൈന കുറച്ച് സ്ഥലം തരണേ എന്ന് പറഞ്ഞ് സാമ്പത്തിക ഇടനാഴിയും കൊണ്ട് ഇവന്മാർ വരുന്നത്. നിൻ്റെയൊക്കെ സാമ്പത്തിക ഇടനാഴി അവിടെ തുറക്കാൻ സാധിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഇന്ത്യ ഇപ്പോൾ നിൽക്കുന്ന ഈ പൊസിഷനിൽ എന്നാണ് ചൈനയോട് പല ആൾക്കാരും ചോദിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തായാലും ബംഗ്ലാദേശിലെ അതിർത്തിയിൽ ഭൂചലനം അനുഭവപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. വർദ്ധിച്ചു വരുന്ന ആക്രമണങ്ങൾ, ആയിരക്കണക്കിന് റോഹിംഗ്യൻ അഭയാർത്ഥികൾ ബംഗ്ലാദേശിലേക്ക് പലായനം ചെയ്തേക്കുമോ എന്നുള്ള ആശങ്കയാണ് അവിടെ ഉയരുന്നത്. മ്യാൻമറിലെ റഖൈൻ സ്റ്റേറ്റിൽ സൈനിക ഭരണകൂടം, ജുണ്ട ആർമി, വിമത സംഘടനയായിട്ടുള്ള അരക്കൻ ആർമിയും തമ്മിലാണ് ഇത് നടന്നിരിക്കുന്നത്. ഈ അരക്കൻ ആർമി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടീമാണ്. അവർ ചൈനയും വേണമെങ്കിൽ സപ്പോർട്ട് ചെയ്യും. നാളെ അമേരിക്ക വന്നാൽ ചിലപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യും. അങ്ങനത്തെ ഒരു ഒതളം ടീമാണ് ഈ അരക്കൻ ആർമി എന്ന് പറയുന്നത്. ജുണ്ടകളും അങ്ങനെയാണ്. അപ്പോൾ ഇന്ത്യയുമായിട്ട് മ്യാൻമറിന് വളരെ വലിയ രീതിയിലുള്ള ഒരു ആത്മബന്ധം ഓൾറെഡി ഉണ്ട്. ചൈനയന്മാർക്ക് വിശ്വാസമില്ല. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മ്യാൻമറിനകത്ത് കയറി യവന്മാരുടെ ടീമുകൾക്ക് അടിയൊക്കെ കൊടുക്കാറുണ്ട്. ഉൾഫയൊക്കെ നമ്മൾ ഈ ഇടയ്ക്ക് ഡ്രോൺ അറ്റാക്ക് നടത്തി എല്ലാത്തിനും ആടപടലം അടിച്ച് ഹൂറിഫൈ ചെയ്യുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു സെറ്റപ്പൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ മ്യാൻമർ എന്ന് പറയുന്ന രാജ്യത്ത് അതിനകത്തോടൊരു ഇടനാഴി വരുമ്പോൾ പെട്ടെന്ന് അവിടെ ഒരു അരക്ഷിതാവസ്ഥ എങ്ങനെ വന്നു എന്നാണ് ഞാനിങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്. ആ അരക്ഷിതാവസ്ഥ എങ്ങനെ വന്നു എന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് പിടികിട്ടുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രത്യേകിച്ച് ബംഗ്ലാദേശ് വിറച്ചു പോയി എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മളിങ്ങനെ എടുത്തിട്ട് ഫൂ എന്ന് പറഞ്ഞ് ഊതി അവന്മാർ പറന്നു പോകും. അങ്ങനെയാണ് ബംഗ്ലാദേശ് ഇരിക്കുന്നത്. അവന്മാരാണ് നമ്മളെ വെല്ലുവിളിക്കുന്നത്. അവന്മാർ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിങ്ങനെ ഹൂന്ന് ഊതിയാൽ മതി. അടുത്ത പാകിസ്ഥാൻ ആവാനാണ് ബംഗ്ലാദേശിൻ്റെ ശ്രമമെങ്കിൽ കഴിഞ്ഞ തവണ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയപ്പോൾ ബംഗ്ലാദേശിൻ്റെ അതിർത്തിയിൽ നമ്മൾ അതേ സമയത്ത് ഒരു സൈനിക അഭ്യാസം നടത്തി. തീസ്ത പ്രഹാർ എന്നാണ് അതിൻ്റെ പേര്. ബംഗ്ലാദേശ് വിചാരിച്ചത് സിന്ദൂർ നടത്തുമ്പോൾ നമ്മളെ ശ്രദ്ധ മൊത്തം അങ്ങോട്ടായിരിക്കും, നമ്മുടെ സൈന്യം മൊത്തം അങ്ങോട്ട് പോയി, ഇനി നമുക്ക് ആയുധങ്ങളില്ല എന്ന് വിചാരിച്ചു. അതേ സമയത്ത് തന്നെ യവന്മാരെ അണ്ണാക്കി കൊണ്ടിട്ട് നമ്മൾ സൈനിക അഭ്യാസം നടത്തി. പൊട്ടിക്കേണ്ടത് പെട്ടെന്നാണ് നമ്മൾ പൊട്ടിച്ചത്. പോരാത്തതിന് യവന്മാരെ വളയുന്നൊരു വമ്പം പദ്ധതി നമ്മളവിടെ ഇട്ടിട്ടുണ്ട്. ഭൂട്ടാൻ വഴിയുള്ളൊരു റെയിൽവേ ലൈനാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക റെയിൽവേ ലൈൻ വഴി എങ്ങനെ വളയാൻ പറ്റും? ആ റെയിൽവേ ലൈൻ ഇടുന്നതിന് മുമ്പേ നമ്മൾ ട്രെയിനിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന അഗ്നി മിസൈലുകൾ പരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അതായത് അതുവഴി പോകുമ്പോൾ യവന്മാർ എന്തെങ്കിലും കഞ്ഞന്തിരിവ് കാണിച്ച് അടിച്ച് അണ്ണാക്കി ഇട്ട് കൊടുത്തിട്ട് നമ്മളെ പാട് നോക്കിപ്പോകും എന്നാണ് നമ്മൾ പറയാതെ പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ എന്തായിരുന്നാലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവമായിട്ട് തോന്നി. ഇത് കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞ ദുരന്തർ സിനിമയാണ് ഓർമ്മ വന്നത്. ഈ രാജ്യം വെറുതെ കോയിൻസിഡൻസിന് പറയുക കേട്ടോ, ഏതൊരു ആളുടെ വീട്ടിലും നുഴഞ്ഞു കയറും, അടിക്കേണ്ടവനെ അടിക്കുകയും ചെയ്യും, തീർക്കേണ്ടവനെ തീർക്കുകയും ചെയ്യും. അപ്പോൾ ശരി.